ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ തിരുനാമം മനോഹരമായ നല്ല സമയം മഹത്വമെടുക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് നമുക്കടുത്തു വരുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രമർപ്പണം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ഈ നല്ല നാഴികയിൽ നമുക്ക് അടുത്തു വരുവാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പേ ഉണ്ടായിരുന്ന ലൈവ് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഇന്റർനെറ്റിന്റെ പ്രോബ്ലം മൂലം അത് ഡിസ്കണക്ട് ആകുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ദൈവവചന ഭാഗം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ച വാക്യം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാമത് വേദഭാഗമാണ് നമ്മൾ വായിപ്പാനിടയായിട്ടുള്ളത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ഞാൻ ഒരിക്കലുള്ള വാക്യം വായിക്കുന്നു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു കർത്താവ് പറയാനിടയായിത്തീർന്നു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണല്ലോ നമ്മൾ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് തന്റെ അടുത്തിരുന്ന് നിൽക്കുന്ന, താനുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയ പിതാവിനോട് പറയുകയാണ്, ആ വാക്ക് നീ കാര്യമാക്കേണ്ട, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു കർത്താവ് പറയുകയാണ്. അതിന്റെ പശ്ചാത്തലം നമ്മൾ 35-ാം വാക്യത്തിൽ കണ്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞുമകൾ മരിച്ചു പോയിരിക്കുന്നു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറയാനിടയായിത്തീർന്നു. നോക്കിക്കേ, യായിറോസ് എന്ന് പറയുന്ന ആ പള്ളിപ്രമാണി അവൻ വിചാരിച്ചതിന് വിപരീതമായ ഒരു പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കപ്പെടുകയാണ്. തന്റെ കുഞ്ഞുമകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. സമൂഹത്തിൽ നിന്ന് അവനുള്ള പ്രിയപ്പെട്ടവർ അദ്ദേഹത്തോട് പറയുന്നു, ഇനിയും ആർക്കും നിന്റെ ഭവനത്തിൽ നിന്നിൽ ഒരു ദൈവികമായ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല, സകലതും അസ്തമിച്ചു പോയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരിമനാഥൻ പറഞ്ഞു, കുഞ്ഞെ, ലോകത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ സകലതും അടയപ്പെട്ടെന്ന് തോന്നുന്നത്, എന്നാൽ എനിക്കും നിന്നിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് യേശു പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ ഉള്ള സന്ദേശം ഇതാണ്. നിന്റെ ഭവനത്തെ നോക്കി ലോകം പറയുമായിരിക്കും, നിന്റെ ഭവനത്തെ നോക്കി മറ്റു പലരും പറയുമായിരിക്കും, സകലതും പോയി, സകലതും ഇവിടം കൊണ്ട് തീർന്നുപോയി, ഇനിയും ഒരു പ്രവൃത്തി വെളിപ്പെടുകയില്ല, നിന്റെ ഭാവിയിൽ ഒരു വലിയ അടവ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ഭാവിയുടെ വാതിൽ അടയപ്പെട്ടിരിക്കുന്നു, നിന്റെ കുടുംബ ജീവിതത്തിന്റെ പല മേഖലകളും അടയപ്പെട്ടിരിക്കുന്നു, നിന്റെ മുന്നോട്ടുള്ള വർധനവിന്റെ മേഖലകൾ അടയപ്പെട്ടിരിക്കുന്നു എന്ന് പലരും നിന്റെ കുടുംബത്തെ നോക്കി പറയുമായിരിക്കാം. എന്നാൽ നീ ഒരു ദൈവത്തോടു കൂടെ നടക്കുന്ന, ദൈവത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ലോകത്തിന് പറയാനുള്ള സന്ദേശമല്ല ദൈവത്തിനും നിന്നോട് പറയാനുള്ളത്. ലോകത്തിന് കാണാൻ കഴിയാത്തത് കാണിക്കുവാൻ കരുത്തുറ്റ കരവുമായി ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ ഭവനാങ്കണത്തിലേക്ക്, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു നിൽക്കുന്ന അദൃശ്യനായ ദൈവത്തിന്റെ കരത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്നും വരച്ചു കാണിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയും. നോക്ക് പ്രിയമുള്ളവരെ, അതിനു വേണ്ടി കർത്താവായ യേശു തമ്പുരാൻ തന്റെ അടുക്കൽ നിൽക്കുന്ന, ആ വാക്ക് കേട്ട് മനം കലങ്ങിപ്പോകാൻ സാധ്യതകളുള്ള, ജീവിതത്തിൽ നിരാശയോടെ സകല മേഖലകളിലും ദുഃഖം അനുഭവിക്കുവാൻ കഴിയാവുന്ന മനുഷ്യനെ നോക്കി തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ, നീ ആ വാക്ക് കാര്യമാക്കേണ്ട, നീ ചെയ്യേണ്ടുന്ന ഒറ്റ കാര്യം, ഭയപ്പെടേണ്ട,
നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നോക്ക് പ്രിയമുള്ളവരെ, അസാധാരണമായ അല്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ പ്രതിസന്ധിയേറുന്ന മേഖല വന്ന് നിൽക്കുമ്പോ യേശു അദ്ദേഹത്തോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മോടും കർത്താവ് പറയുന്നു, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, അവൻ വിശ്വസിക്കുക, നിന്റെ ദൈവത്തിനും നിന്നിൽ അവൻ പ്രവർത്തിക്കാൻ കഴിയും. എത്ര ദൈവമക്കൾ ഈ വചനം കേൾക്കുമ്പോൾ പറയും, അവൻ എന്നിൽ, എന്റെ ദൈവത്തിന് അവൻ അത്ഭുതം ചെയ്യാൻ പറ്റും, എന്റെ ഭവനത്തിൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും, എന്റെ തലമുറകളിൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് ഈ നിമിഷം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന അവൻ നിമിഷങ്ങളാണെന്ന് നീ ഭവനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നീ പറ, നീ ഒരു ചില ദൈവത്തിന്റെ അടയാളങ്ങളെ ദർശിക്കാൻ പോകുകയാ, നീ ദൈവത്തിന്റെ വിടുതലുകളെ അവൻ ജീവിതത്തിൽ വഹിക്കാൻ പോകുകയാ. നിന്റെ ഭവനത്തിൽ ഒരു വലിയ ആനന്ദം വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ കണ്ണുനീര് വരുമെന്ന് അന്ധകാര മണ്ഡലങ്ങൾ വിധി പറയുന്നിടത്ത് സ്വർഗം ഇന്ന് പകൽ പറയുന്നു, നിന്റെ ഭവനത്തിൽ അവൻ അന്ധകാര മണ്ഡലങ്ങളല്ല നിന്റെ ഭാവിയുടെ വിധി നിശ്ചയിക്കുന്നത്. നിന്റെ ഭവനത്തിൽ എന്തുവന്ന് ഭവിക്കണമെന്ന് അവൻ പറയുന്നതും തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, അന്ധകാര മണ്ഡലങ്ങളല്ല, മറിച്ചു നിന്റെ ഭവനത്തിൽ ആനന്ദം കൊണ്ട് തരാ, നിന്റെ ഭവനത്തിനകത്ത് ഉല്ലാസം കൊണ്ട് തരാ, നിന്റെ ഭവനത്തിനകത്ത് അവൻ അസാധാരണമായ ദൈവപ്രവർത്തി കൊണ്ട് തരാ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സ്വർഗം ഇതാ നിന്റെ ഭവനത്തെ നോക്കി ഇതാ ചിലത് കൽപ്പിക്കാൻ പോകുന്ന ഒരു പകലെന്ന് വിശ്വസിക്കാൻ കഴിയും. പ്രിയരെ, നമുക്ക് യായിറോസിനെ കുറിച്ച് അവനൊന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. യായിറോസിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ 22, 23, 24 വേദഭാഗങ്ങൾ വായിക്കണം. 22-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നു, പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. അവനോട് പറയുകയാണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസന്നതയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്ന് അവൻ വളരെ അപേക്ഷിക്കുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ അടുത്ത പദത്തിൽ കാണുന്നു, യേശു അവനോട് കൂടെ പോയി. നമുക്ക് പ്രിയരെ, ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം ഇതല്ലേ? അവൻ യേശുവിന്റെ അടുക്കൽ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്തു വരുന്ന, യേശുവിന്റെ അടുക്കലേക്ക് തന്റെ സകല സങ്കടങ്ങളെയും തുറന്നു കാണിക്കാൻ കരുത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ജീവിതത്തിൽ പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്ത് അവൻ ശക്തിയോടെ നിലനിൽക്കുന്ന ഒരു ചിത്രമല്ലേ നമുക്കവിടെ കാണുന്നത്. തന്റെ കുഞ്ഞുമകൾ അത്യാസന്നദ്ധയിലായിരിക്കുന്ന ഒരു അനുഭവം. വേണമെങ്കിൽ ആ മനുഷ്യന് ആ കാലത്തുണ്ടായിരുന്ന വൈദ്യനിൽ ആശ്രയിക്കാമായിരുന്നു, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ആശ്രയം വെക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം എടുത്ത ഒന്നാമത്തെ തീരുമാനം ഇതാ, ഞാൻ മറ്റുള്ളവരെക്കാൾ എല്ലാവരെക്കാളും ഞാൻ എന്റെ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാ. ഞാൻ മറ്റുള്ളതിനേക്കാൾ ഉപരി ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വാസം വെക്കുന്ന മനുഷ്യനാ. ഞാൻ എന്റെ ഭാരം മറ്റുള്ളവനോട് പറയുന്നതിനേക്കാൾ എനിക്ക് വലുത് എന്റെ ദൈവത്തോട് എന്റെ വേദന പറയുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് ഇവിടെ ഒരു മനുഷ്യൻ തുറന്നു കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നിർത്തി നിങ്ങളോടൊരു സന്ദേശം കൈമാറട്ടെ. നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ വേദനകൾ കടന്നു വന്നേക്കാം, നിന്റെ ജീവിതത്തിൽ അവൻ ഭാരങ്ങൾ വന്നേക്കാം, നിന്റെ ജീവിതത്തിൽ അവൻ അനവധിയാകുന്ന പ്രതിസന്ധികൾ ഏറി വന്നേക്കാം. എന്നത് ഇതിന്റെ നടുവിൽ നീ എടുക്കേണ്ടുന്ന തീരുമാനം ഇതാ, അവൻ ലോകത്തെ ഞാൻ ആശ്രയം വയ്ക്കില്ല, ലോകത്തിൽ ഉള്ളതിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല, ഞാൻ ആശ്രയം വയ്ക്കുന്നത് എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുക, എന്റെ ദൈവത്തിന്റെ മുഖം ഞാൻ അന്വേഷിക്കുക. ഞാൻ എന്റെ വേദനയുടെ നടുവിൽ ഞാൻ മറ്റാരും എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ സഹായിപ്പാൻ കരുത്തനായ ഒരു സ്വർഗം എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ ആ സ്വർഗത്തിന്റെ അടുക്കലേക്ക് ഞാൻ അടുത്തു ചെല്ലുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യതയുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അവൻ ആവശ്യമാണ്. ഇവിടെ യായിറോസ് പറയുന്നു, വേദന എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ, ഭാരം എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ തെരഞ്ഞെടുത്ത വഴി യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്.
തന്നെയാണ്. അതുകൊണ്ടല്ലേ വേദപുസ്തകം പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യൻ തെരഞ്ഞെടുത്തത് ഒരു പ്രാർത്ഥനയല്ലേ? തന്റെ വേദനകളുമായി തന്റെ ഭാരങ്ങളുമായി യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന മനുഷ്യന് അവൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ യാചനയുടെ ശബ്ദം കേട്ടിട്ട് യേശു അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞില്ല, മറിച്ച് തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവിനെ കണ്ടു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ അദ്ദേഹം മുഴങ്കാലിലിരുന്ന് അവൻ തന്റെ വേദനകൾ യേശുവിനോട് പറഞ്ഞപ്പോ യേശു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു യേശുവിനെ അദ്ദേഹം കണ്ടു. പ്രാർത്ഥനയുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തെ കണ്ടു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ദൈവവൈതലെ നിങ്ങളോടും പറയാ, നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്ക് തന്റെ അദൃശ്യമായ കരത്തെ നീട്ട സന്നദ്ധനായി നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ പ്രാർത്ഥിക്കാൻ സന്നദ്ധത വെക്കാൻ കഴിവുള്ള ഒരു ദൈവ പൈതലെങ്കിൽ നിശ്ചയമായും നീ നിന്റെ മറ്റുള്ളതിനേക്കാൾ എല്ലാത്തേക്കാളും ഒരു ദൈവത്തിന് മുഖ്യ സ്ഥാനം നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നീ പ്രാർത്ഥിക്കാൻ അടുത്തു വന്നാൽ യേശു നിന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നവനാണ്. അവൻ ആ പ്രാർത്ഥനയെ അംഗീകരിക്കാനിടയായി തീർന്നു. യൈറോസിന് വളരെ സന്തോഷം തോന്നി. കാരണം എന്റെ അപേക്ഷയെ അവൻ ഉപേക്ഷിച്ചു കളഞ്ഞില്ല, എന്റെ കണ്ണുനീരിനെ അവൻ മറികടന്നു പോയില്ല, എന്റെ പ്രശ്നത്തെ യേശു അവൻ തള്ളിക്കളഞ്ഞില്ല, എന്റെ പ്രശ്നത്തെ യേശു സ്വീകരിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന ദൈവദാസ, അവൻ പ്രാർത്ഥിക്കുന്ന ദൈവദാസി, നിന്നോടൊരു കാര്യം പറയട്ടെ. പ്രാർത്ഥിരം നിശ്ചയം അരുമനാഥൻ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ മതിയായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുവാൻ കഴിയുന്നവനോട് ഇതാ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അവൻ ഉറച്ച നിലവിളിയോടെ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ യേശുവിനെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ കണ്ടേ, അവൻ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ചിലപ്പോൾ അദ്ദേഹം ഒരു വട്ടമല്ല അനവധി തവണ യേശുവിനോട് പറഞ്ഞു കാണും, എന്റെ കുഞ്ഞുമകളെ ഒന്ന് വിടുവിക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അവൻ നിമിഷങ്ങൾ നീണ്ടുപോയി. അദ്ദേഹം അതിന് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് അവനൊരു മറുപടി കിട്ടുന്ന നാഴിക വരെ മടുത്തുപോകാതെ അദ്ദേഹം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ പ്രവണത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന നമ്മളിൽ അനിവാര്യം ഇതല്ലേ? യേശു തമ്പുരാൻ കൃപ കാണിക്കുന്നത് വരെ, യേശു തമ്പുരാൻ മനസ്സലിയുന്ന നാഴിക വരെ, യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി അവൻ അവിടുന്ന് ചലിക്കുന്ന നിമിഷം വരെയും നമ്മൾ പ്രാർത്ഥനയിൽ അവൻ പോരാടണമെന്നല്ലേ തിരുവചനം പറയുന്നത്. ഉദാഹരണം നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്. അവൻ കണ്ണു കാണാൻ കഴിയാതിരിക്കുന്ന അവൻ ബർത്തിമായി, നിങ്ങൾ തീമായിയുടെ മകനായ ബർത്തിമായി നിങ്ങൾ നോക്കിക്കേ. ആ മനുഷ്യന്റെ ജീവിതത്തിലും അവൻ യേശു ആ വഴി കടന്നു പോകുന്നു എന്നുള്ള വർത്തമാനം കേട്ടിട്ട് അത് യേശുവാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അദ്ദേഹം വിളിച്ചു തുടങ്ങി, അവൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അദ്ദേഹം നിലവിളിച്ചു തുടങ്ങി. അദ്ദേഹത്തെ മിണ്ടാതിരിക്കുവാൻ പലരും അദ്ദേഹത്തെ ശാസിച്ചു. പലരും പറഞ്ഞു, അവൻ നീ മിണ്ടാതിരിക്കട, അവൻ നിന്റെ നിലവിളി ആ കർത്താവ് കേൾക്കാൻ പോകുന്നില്ല, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകുന്നില്ലെന്നായിരിക്കും പലരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്. പലരും അദ്ദേഹത്തെ അവൻ നിരാശപ്പെടുത്തി. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളു കണ്ടോ, അവൻ മറ്റുള്ളവന്റെ കുത്തുവാക്ക് കേട്ടിട്ട്, മറ്റുള്ളവന്റെ പരിഹാസം കേട്ടിട്ട്, മറ്റുള്ളവരുടെ അവൻ ദുഷി കേട്ടിട്ട് അവൻ തന്റെ പ്രാർത്ഥന നിർത്തിയില്ല. അവൻ തന്റെ പ്രാർത്ഥനയിൽ അവൻ പോരാടിക്കൊണ്ടിരുന്നു. നോക്ക് പ്രിയരെ, അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രാർത്ഥനയും ഞാൻ പോരാടിക്കൊണ്ടിരുന്നപ്പോ സ്വർഗത്തിലെ ദൈവം അവൻ തന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടു. നിങ്ങൾ പഴയ നിയമ വേദഭാഗത്തിലേക്കൊന്ന് പോയേ, അവൻ അവിടെയും പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന അനവധിയാകുന്ന വ്യക്താക്കളെ കാണാൻ കഴിയുന്നില്ലേ? അതിനൊരു ഉദാഹരണമല്ലേ ഹന്ന എന്ന് പറയുന്ന പ്രിയ സഹോദരിയെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇതേ അവിടെ ഇതാ ഒരു സഹോദരി അവൻ തന്റെ ജീവിതത്തിൽ വളരെ ഭാരം സഹിക്കുകയാണ്. അവളും പ്രാർത്ഥനയിൽ അവൻ നിരന്തരമായി പോരാടി. സ്വർഗം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന
പ്രാർത്ഥനയിൽ ഞാൻ കൃപ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ സ്വർഗം പ്രവർത്തിച്ചത് കാണാൻ കഴിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിരന്തരം പ്രാർത്ഥിക്കുന്നവരോട്, ഒന്നും കൂടെ പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരോട് സ്വർഗത്തിന് പറയാൻ ഒരു ദൂതുണ്ട്. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന വ്യർത്ഥമാകത്തില്ല. നീ കഴിക്കുന്ന ആത്മീയ ആരാധന, നീ കഴിക്കുന്ന ദൈവസന്നിധിയിൽ കഴിക്കുന്ന യാഗം ഒരിക്കലും പാഴാകത്തില്ല. നിശ്ചയം അതിന് അവൻ ദൈവികമായ മറുപടികൾ നിന്റെ അടുക്കലേക്ക് വരും. ഇവിടെ യായിറോസും പറയുന്നത്, ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വരാം, ഞാൻ ആ കുഞ്ഞിനെ വിടുവിക്കുക, ഞാൻ ആ കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താമെന്നുള്ള ഒരു ദൈവപ്രവൃത്തി തന്റെ അവൻ തലയ്ക്ക് മുകളിൽ വെളിപ്പെടാനിടയായി തീർന്നു. ഇത് ആ പിതാവിന് വളരെ സന്തോഷം തോന്നി. എന്നോട് കരുണ കാണിപ്പ, എന്നോട് മനസ്സലിയ എന്റെ ദൈവത്തിന് പ്രിയം തോന്നി എന്ന് പറഞ്ഞു. ഇങ്ങനെ യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോ ഇത് അപ്രതീക്ഷിതമാകുന്ന ഒരു സംഭവം തന്റെ മുമ്പിൽ വന്നു ഭവിക്കുകയാണ്. ഇത് യേശു കർത്താവ് അവൻ വിടുവിക്കുന്നവനാണെന്നുള്ള ഒരു വർത്തമാനം കേട്ട് ഒരു സഹോദരി യേശുവിന്റെ അടുക്കലേക്കും അടുത്തു വരികയാണ്. അവൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ അവനെ എന്റെ അവസ്ഥയ്ക്ക് ഞാൻ രക്ഷപ്പെടുമെന്നുള്ള അവൻ ആ വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവളെന്ന് തൊട്ടു. നോക്ക് പ്രിയമുള്ളവരെ, ആ തൊട്ട നാഴിക തന്നെ അവളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടാനിടയായി തീർന്നു. അവൾ കഴിഞ്ഞ 12 വർഷക്കാലമായി രോഗബാധിത ായിരുന്നവൾ, രോഗത്തിന്റെ ബന്ധനത്തിലൂടെ കടന്നുപോയവൾ, പല വൈദ്യന്മാർ അവളെ ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തവൾ, ഇതാ യേശുവിങ്കലൊന്ന് തൊട്ടപ്പോ യേശുവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിച്ചപ്പോ കഴിഞ്ഞ നാളുകളിൽ അവിടെ മേൽ കുടിയിരുന്ന അവൻ പൈശാചികത്വത്തിന്റെ മണ്ഡലങ്ങൾ ഇതാ അവൾ നിന്ന് അഴിഞ്ഞു മാറിപ്പോയ ഒരു ചിത്രം കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗം ദൈവം നമുക്ക് ഇതിന്റെ നടുവിൽ കാണിച്ചു നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമല്ലേ, പ്രാർത്ഥിക്കുന്ന നീ അവൻ ദൈവത്തിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാകണമെന്നല്ലേ ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വഴിയാത്രയിൽ ആ അനുഭവം ചിലപ്പോൾ യായിറോസിന് വളരെ പ്രതീക്ഷകൾ നൽകി കാണാൻ സാധ്യതകളല്ലേ. നോക്കിക്കേ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ നിന്ന് തൊട്ടപ്പോ ഇതാ കഴിഞ്ഞ നാളുകളിൽ സാത്താൻ ബന്ധിക്കപ്പെട്ടവൾ, അവളെ അന്ധകാര മണ്ഡലങ്ങൾ ഒരു ബാധയായി അവളോടുകൂടെ കൂടിയിരുന്ന് അവരുടെ നന്മകൾ നശിപ്പിച്ചു കളഞ്ഞ് അവരുടെ ആരോഗ്യത്തെ ചോർത്തിക്കളഞ്ഞ് പൈശാചികത്വത്തിന്റെ മേഖലയെ യേശു തമ്പുരാന്റെ ശക്തി അഴിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനാണെങ്കിൽ, നീ യേശുവിന്റെ അടുക്കലേക്ക് വിശ്വാസപൂർവ്വം അടുത്തു വരുന്ന ഒരു വ്യക്താവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്നെ പിടിച്ചടക്കാൻ ഒരു പൈശാചികത്വത്തിന്റെ മേഖലകൾക്കും കഴിയാതെ വേണം നിന്നെ വിമുക്തനാക്കാൻ സന്നദ്ധനായി നിൽക്കും